അസ്സലാമു അലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്ന അറിവ് നമ്മൾ പലപ്പോഴും നമ്മുടെ കൂട്ടുകാരെയോ അല്ലെങ്കിൽ നമുക്ക് അടുത്തറിയുന്ന ആരെയെങ്കിലും അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും നമ്മൾ പലപ്പോഴും അവരെ കളിയാക്കിയിട്ടുണ്ടായിരിക്കാം. അവരിൽ നിന്ന് വന്ന എന്തെങ്കിലും പിഴവിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ കളിയാക്കിയപ്പോഴും അവർ അത് പുറത്ത് കാണിച്ചില്ലെങ്കിലും അവരുടെ മനസ്സിനെ അത് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ നമ്മൾ കാരണം ഒരാൾ വിഷമിക്കാൻ കാരണമായാൽ അവർക്കുള്ള ശിക്ഷ, അതായത് ഖബറിൽ അവർക്കുള്ള ശിക്ഷ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് ഇതാണ് ശിക്ഷ. നാളെ മഹ്ശറയിൽ ജനങ്ങൾ മുഴുവൻ സഹായം തേടി നെട്ടോട്ടമോടുന്ന സമയം, ആരും സഹായിക്കാനില്ലാത്ത ആ നിമിഷത്തിൽ ജനങ്ങളെ പരിഹസിച്ച ഓരോരുത്തരെയും സ്വർഗത്തിൽ നിന്നും ഒരു വാതിൽ തുറന്നു പിടിച്ചിട്ട് അതിലേക്ക് ക്ഷണിക്കും. ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ. അയാൾ വിഷമത്തോടും ദുഃഖത്തോടും അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ വാതിൽ അടയ്ക്കപ്പെടും. പിന്നെ മറ്റൊരു വാതിൽ തുറന്നു കൊടുത്ത് വരൂ വരൂ എന്ന് വിളിക്കും. വിഷമത്തോടെയും ദുഃഖത്തോടെയും അവിടെ എത്തിയാലോ അതും അടയ്ക്കപ്പെടും. ഈ രീതി തുടർന്നുകൊണ്ടിരിക്കും. വീണ്ടും വീണ്ടും വാതിൽ തുറന്നു വെച്ച് വരൂ വരൂ എന്ന് വിളിക്കുമ്പോൾ നിരാശനായി അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഓടും. അത്തരത്തിൽ റബ്ബ് അവരെ സ്വർഗം കാണിച്ചു അവരെ കൊതിപ്പിക്കും. എന്നിട്ടോ സ്വർഗത്തിൽ കടത്തുകയുമില്ല. പാപ്പരായി നരകത്തിൽ അവരെ വലിച്ചെറിയപ്പെടുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് റബ്ബ് അതിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ കാരണമായി ആരുടെയെങ്കിലും മനസ്സ് വേദനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ കണ്ട് പൊരുത്തപ്പെടിയിക്കുക. ഇന്ന് ഇത് നമ്മൾ പൊരുത്തപ്പെടിയിച്ചില്ലെങ്കിൽ നാളെ സന്തോഷകരമായി സ്വർഗത്തിൽ പ്രവേശിക്കാം. അതായത് പൊരുത്തപ്പെട്ടാൽ, അവർ നമ്മളോട് പൊരുത്തപ്പെട്ടാൽ സന്തോഷമായിട്ട് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. അല്ലെങ്കിൽ അവിടെ കിടന്ന് നെട്ടോട്ടം ഓടേണ്ടി വരും. ഇപ്പോ തന്നെ കണ്ട് ആർക്കാണോ അത് ഇഷ്ടപ്പെടാത്തത് അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ കളിയാക്കിയത് അവരെ കണ്ട് പൊരുത്തം വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ കളിയാക്കിയ വ്യക്തി മരണപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ നിങ്ങൾ സ്വതക്ക നൽകുക. അവർക്ക് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടി പ്രാർത്ഥനകൾ നടത്തുക. ഇത് ഇൻഷാ അല്ലാഹ് അറിയാത്ത കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നമ്മൾ കാരണം ഒരാൾ നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലം നമുക്കും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചു നൽകാനാണ് ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് വീണ്ടും പുതിയ അറിവുകളുമായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെ എല്ലാ തെറ്റുകളെ തൊട്ടും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അള്ളാഹു അതിനെ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. നിങ്ങൾ അയക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെ ദുആയും അള്ളാഹു എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ നമ്മുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വേദനകൾ, നമ്മൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച് നടക്കുന്ന കാര്യങ്ങൾ അള്ളാഹു എല്ലാം സാധിച്ചു നൽകി നമ്മുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം റബ്ബ് എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ നിസ്കരിക്കുക, ഫർള് നിസ്കാരങ്ങൾ കൃത്യമായിട്ട് നിസ്കരിക്കുക. അതിനുശേഷമുള്ള ദുആകൾ വർദ്ധിപ്പിക്കുക. നമ്മുടെ ദുആകൾ ഏത് സമയത്താണ് അള്ളാഹു സ്വീകരിക്കുക എന്നറിയില്ല ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ ചാനൽ കയറി കാണുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട്. ഇനിയും ഇതുപോലുള്ള അറിവുകളും ദിക്റുകളും സ്വലാത്തുകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുവാൻ വേണ്ടിയിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ ഒരു അറിവുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.